ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെസ്റ്റ് ജർമ്മനിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ആളുകൾ സ്നേഹത്തോടും ഓമനത്വത്തോടും കൂടി 70 വർഷങ്ങൾക്ക് ശേഷവും അഭിമാനപൂർവ്വം ഓർക്കുന്ന ഒരു ആനക്കുട്ടിയുടെ കഥയാണ്. ഈ കഥ നടക്കുന്നത് വെസ്റ്റ് ജർമ്മനിയിലെ വുപ്പർട്ടാൽ എന്നു പേരുള്ള നഗരത്തിലാണ്. വുപ്പർ എന്ന നദിയുടെ തീരത്തുള്ള ചെങ്കുത്തായ കുന്നുകളും മലകളും താഴ്വരകളും വനങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഒരു നഗരമാണ് വുപ്പർട്ടാൽ. വുപ്പർട്ടാലിലുള്ള ഷ്വേബബാൻ അഥവാ സസ്പെൻഷൻ ട്രെയിൻ ആണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് ഹാങ്ങിങ് ട്രെയിൻ. 120 വർഷം പഴക്കമുള്ള ഈ ഷ്വേബബാൻ ഇപ്പോഴും ജനങ്ങളെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. 80,000 യാത്രക്കാർ പ്രതിദിനം വുപ്പർ നദിയുടെ മുകളിൽ 12 മീറ്റർ ഉയരത്തിൽ ഇത്തരം സസ്പെൻഷൻ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നു. വുപ്പർട്ടാലിൻ്റെ മാത്രം പ്രത്യേകതയായ ഈ ഷ്വേബബാനിൽ യാത്ര ചെയ്യുന്നതിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് അനേകം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. സർക്കസ് ഉടമസ്ഥനായ ആൾട്ട്ഹോഫ് സർക്കസിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായി ടുഫി എന്ന ആനക്കുട്ടിയെയും ഷ്വേബബാനിൽ കയറ്റി യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. ടുഫി വളരെ ഇണക്കമുള്ള ആനയായതുകൊണ്ട് തന്നെ സർക്കസിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായി കപ്പലുകളിലും ട്രാമിലും ജനത്തിരക്കുകളിലും പോയി ശീലമായിരുന്നു. ട്രെയിനിൽ ഒരു ആനക്കുട്ടിയെ കയറ്റുന്നത് പതിവില്ലാത്തതിനാൽ വളരെ നിർബന്ധത്തിന് വഴങ്ങി 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്താണ് ആൾട്ട്ഹോഫ് ടുഫിയെ ട്രെയിനിൽ കയറ്റിയത്. കാഴ്ചക്കാരുടെ തിക്കും തിരക്കും കൊണ്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴുണ്ടായ വലിയ ശബ്ദം കൊണ്ടോ പേടിച്ചരണ്ട ടുഫി ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടുന്നു. വുപ്പർ നദിയിലുള്ള ചെളിയുള്ള ഒരു ഭാഗത്തേക്കാണ് ടുഫി ലാൻഡ് ചെയ്തത്. 10 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ടുഫി വീണതെങ്കിലും അത്ഭുതകരമായി നിസാര പരിക്കുകളോടെ ടുഫി രക്ഷപ്പെട്ടു. ഇതൊരു പതിവല്ലാത്ത സംഭവമായതുകൊണ്ട് തന്നെ ആൾട്ട്ഹോഫിന് ഇതിന് പിഴ അടയ്ക്കേണ്ടി വരുന്നു. ഈ കഥയിലെ കുറച്ച് യാദൃശ്ചികതകൾ: ഇവർ കയറിയ ട്രെയിനിൻ്റെ നമ്പർ 13, ടുഫിയുടെ പേര് ഹൈ ഡൈവിംഗ് എന്നുള്ള അർത്ഥമുള്ള ഇറ്റാലിയൻ വാക്ക്, മാത്രമല്ല ടുഫി വീണ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഫാർമസിയുടെ പേര് എലഫാൻറ്റൻ അപ്പോത്തേക്ക് അഥവാ ആനയുടെ ഫാർമസി. ടുഫി ഇന്ന് വുപ്പർട്ടാലിൻ്റെയും ഷ്വേബബാനിൻ്റെയും ലാൻഡ്മാർക്കാണ്. ലോകമെമ്പാടുമുള്ള കൊച്ചുകുട്ടികൾ ടുഫിയുടെ കഥ ചിത്രകഥാ പുസ്തകങ്ങളിലൂടെ വായിക്കുന്നു. വിവിധ ഭാഷകളിലൂടെ ടുഫിയെ അറിയാവുന്ന കുട്ടികൾ ഷ്വേബബാൻ കയറാൻ ജർമ്മനി സന്ദർശിക്കുമ്പോൾ ടുഫിയെ ഓർക്കുന്നു. ടുഫി വീണ സ്ഥലത്തും വുപ്പർട്ടാലിൻ്റെ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള വഴിയിലും ടുഫിയുടെ സ്മാരകങ്ങളുണ്ട്. 2020 വുപ്പർട്ടാൽ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവന്ന ഒരു ആഫ്രിക്കൻ ആനക്കുട്ടിക്ക് ടുഫി എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. ടുഫി ട്രെയിനിൽ നിന്ന് വീണ സംഭവം കഴിഞ്ഞതിന് ശേഷം വെസ്റ്റ് ജർമ്മനിയിലെ വലിയൊരു മിൽക്ക് പ്രോഡക്റ്റിൻ്റെ കമ്പനിക്ക് ടുഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 70 വർഷങ്ങൾക്ക് ശേഷവും 2023 മറ്റൊരു കമ്പനി ടുഫി എന്ന മിൽക്ക് പ്രോഡക്ട്സിൻ്റെ കമ്പനിയെ ഏറ്റെടുത്തിട്ടും ടുഫി എന്ന പേരിലാണ് ആ പ്രോഡക്ട്സ് ഇപ്പോഴും അറിയപ്പെടുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു തരിപ്പണമായ വെസ്റ്റ് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ, ഇവിടെയുള്ള ആളുകളുടെ കഠിനാധ്വാനം, പ്രത്യേകിച്ച് സ്റ്റീൽ, കൽക്കരി, ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, മെഷീനറീസ് എന്നീ മേഖലകളിലുള്ള അത്ഭുതകരമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇടയായി. ഷ്വേബബാൻ്റെ പാർട്സുകൾ ഉണ്ടാക്കുന്ന ഓബർഹൗസനിലെ ഇൻഡസ്ട്രി മ്യൂസിയത്തിൻ്റെ മുമ്പിൽ ടുഫിയുടെ ഒരു വലിയ വെങ്കല പ്രതിമ 2022 യോർഗ് മസൂർ എന്നൊരു കലാകാരൻ ഉണ്ടാക്കി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും വെസ്റ്റ് ജർമ്മനിയിലെ ആളുകൾ 74 വർഷം പിന്നിട്ടിട്ടും ടുഫി എന്ന ഒരു കുഞ്ഞു ആനക്കുട്ടിയെ മനസ്സിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കുന്നു. താങ്ക് യു.